അരുൺ, ഈ ദൃശ്യങ്ങൾ പകർത്തിയ നമ്മുടെ ഫൈസൽ ആ പരിസരത്ത് എങ്ങാനും ഉണ്ടോ? അങ്ങനെയെങ്കിൽ പ്രേക്ഷകർക്കൊന്ന് കാട്ടിക്കൊടുക്കുകയും ചെയ്യാമായിരുന്നു. ഈ ആനയുടെ ഇത്രയും സ്നേഹമുള്ള, ഇത്രയും കരുതലുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആളാരെന്ന് പലരും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എത്തിയിരിക്കുകയാണ് ഫൈസൽ. ഒരു അരുൺ, ഏതായാലും നമുക്ക് ഫൈസലിനെ കാണാം, പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കാം. അതെ, ഫൈസൽ എത്തിയിട്ടുണ്ട്. പ്രേക്ഷകർ കാണുക, ഇദ്ദേഹമാണ് നമുക്ക് ഈ ആനകളുടെ ഇത്രയും സ്നേഹമുള്ള ദൃശ്യം, ഇന്നത്തെ നന്മയേറിയ ദൃശ്യം എന്ന് പറയാവുന്നത് പകർത്തി തന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വന്യജീവി വിഭാഗത്തിൽ തന്നെ, വന്യജീവി വകുപ്പിൽ തന്നെ എല്ലാ കാലവും ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, ആഘോഷിക്കപ്പെടുന്ന ഒരു ദൃശ്യം കൂടിയായി മാറിയേക്കാം. അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും ഫൈസലിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഫൈസലിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദൃശ്യം എപ്പോഴെങ്കിലും പകർത്തിയിട്ടുണ്ടോ? പലപ്പോഴും പല ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും എക്സ്ക്ലൂസീവായിട്ടൊരു ദൃശ്യം ആദ്യമായിട്ട് തന്നെയാണ്. എൻ്റെ അടുത്ത് ഈ ദൃശ്യം കാണിച്ചിട്ട് ഫൈസൽ വൈകാരികമായിട്ടാണ് പറഞ്ഞത്, വേഗം കൊടുക്കൂ എന്ന് നമ്മൾ സംസാരിച്ചപ്പോഴും പറയുന്നത് അതിവൈകാരികമായൊരു നിമിഷമായിരുന്നു. പലരും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ആർക്കും അത് കിട്ടിയില്ല. ഉറപ്പായും അത് ശരിക്കും പല മനുഷ്യരും കണ്ടുപഠിക്കേണ്ട ഒരു രംഗമായിരുന്നു. നമുക്ക് ആ വിഷ്വൽ എടുക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു വളരെ ഇങ്ങനെ മാനസികമായിട്ടൊരു ഭയങ്കര ഒരു വിഷമം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സുഹൃത്ത് എങ്ങനെയാണ് ഒരാളെ ചേർത്ത് പിടിക്കുന്നത് ആപത്ഘട്ടത്തിൽ, അതേ ഒരു സംഭവമാണ് അവിടെ കണ്ടിരുന്നത്. ഇത് പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആന പെട്ടെന്ന് വീഴുന്നതും മറ്റേ ആനയെ ഈ വനപാലകർ വെടിവെച്ച് ഓടിക്കുന്നു. അത് വലിയൊരു ഈ ഒരു ദൗത്യത്തിൽ ഇതിനു മുമ്പ് വെടിവെക്കുന്ന ഒരു ദൃശ്യം കിട്ടിയിരുന്നു. പക്ഷേ അന്ന് ഈ ആന ഒറ്റയ്ക്കായിരുന്നു, ഓടി മാറുകയായിരുന്നു. പക്ഷെ ഇത് കൂടെ ഒരാന ഇതിന് ചേർത്ത് പിടിച്ച് വന്ന് ഇതിനെ തലോടി നിന്ന് ഒരു വളരെ വൈകാരികമായ ഒരു ദൃശ്യം. എൻ്റെ ഈ ഒരു മാധ്യമ ജീവിതത്തിൽ ഇതുപോലൊരു രംഗം പകർത്തിയില്ല എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം നമുക്ക് മനുഷ്യൻ നഷ്ടപ്പെടുന്ന ഒരു സാഹോദര്യമാണല്ലോ അവിടെ പ്രകടമായതില്ലേ ആനകൾ തമ്മിലുള്ള. ഉറപ്പായും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പല ആളുകളും കണ്ടുപഠിക്കേണ്ട ഒരു കാഴ്ചയാണ് ഒരു വന്യജീവി നമുക്ക് കാണിച്ചു തരുന്നത്. ആപത്ഘട്ടത്തിൽ കൂടെ നിൽക്കുന്ന ആൾക്ക് എന്തോ വലിയ ആപത്ത് വരുന്നു എന്ന് മനസ്സിലാക്കി അതിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു രംഗം, അത് വളരെ വല്ലാതെ വൈകാരികമായി പോകുന്നുണ്ട്. ഫൈസലിന്റെ വാക്കുകൾ കിട്ടുന്നില്ല. ഫൈസലില്ലാതെ എത്രത്തോളം അനുഭവിച്ചു അല്ലെ ആ ഒരു നിമിഷത്തെ, എങ്ങനെ ഫൈസലിന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയെന്ന് ഫൈസലിന്റെ വാക്കുകളിൽ പ്രകടമാണ്. ഫൈസൽ കേൾക്കാം. ഫൈസലിന്റെ വാക്കുകളിൽ തന്നെ ഞങ്ങൾക്കറിയാം ഫൈസൽ അനുഭവിച്ച ആ നിമിഷം. ഞങ്ങളും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് എന്നും ഫൈസലിന് പറയാം, മനുഷ്യന്റെ ക്രൂരതയുടെ വാർത്തകളാണ് ഓരോ നിമിഷവും ഞങ്ങൾ ഇവിടെ നിന്ന് മനസ്സോടെയാണെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് രണ്ട് ആനകൾ, എടാ മനുഷ്യ, ഇങ്ങനെയാണടാ അപകടത്തിൽപ്പെടുന്ന സുഹൃത്തിനെ താങ്ങി നിർത്തേണ്ടത്, അല്ലെങ്കിൽ കരുതലോടെ നിർത്തേണ്ടത്. മനുഷ്യ, നീ ഞങ്ങളെ കണ്ടു പഠിക്കൂ എന്ന് സഹീന്റെ മകൻ നമ്മളോട് പഠിപ്പിച്ചതെന്നാ ഫൈസലെ. ഉറപ്പായും അതായത് നമ്മുടെ ഈ ഒരു മാധ്യമ ജീവിതത്തിൽ നമ്മൾ പല ഇൻസിഡൻറ്റും വാർത്തയാക്കാറുണ്ട്. പല കാര്യങ്ങളും അതായത് സ്വന്തം സുഹൃത്തിനെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളെ കൈവിടുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം ഒരു പാഠമാണ് ഈ ഒരു കാട്ടാന നമുക്ക് കാട്ടിത്തന്നത്. ഈ ചുറ്റുപാടും ഇതൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ സമൂഹത്തിലെ ഒരാളെന്നുള്ള നിലയിൽ, പ്രതിനിധി എന്നുള്ള നിലയിൽ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഫൈസലിന് ഒരുപാട് വികാരത്തോടെ മാത്രമേ ഇത് സംസാരിക്കാൻ കഴിയുന്നത്. അത് പകർത്തുന്ന സമയം ഫൈസലിന്റെ മനസ്സിൽ ഇത് എന്ത് സംഭവിക്കാം, ഫൈസലിന് ആ ഭാഗമൊക്കെ അറിയുന്നതാണ്. അപ്പോൾ ആനകളുടെ പെരുമാറ്റമൊക്കെ ഫൈസൽ നന്നായി അറിയുന്നതാണ്. എന്തും സംഭവിക്കാമെന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് ആ പകർത്തുന്നതിൽ ഫൈസൽ തന്നെ അങ്ങ് മറന്നുപോയോ ആ ദൃശ്യങ്ങളിൽ? ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ദൃശ്യം ഇത് പലപ്പോഴും ഇവിടെ കാട്ടാനകളുടെ സ്നേഹപ്രകടനങ്ങളും എല്ലാം കാണാറുണ്ട്, അവർ കുത്തുകൂടുന്നതും. പക്ഷേ ഇതൊരു അപകടം പറ്റി നിൽക്കുന്ന ഒരു ആനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ദൃശ്യം ക്യാമറയിൽ പകർത്തുന്നതിനിടയിലാണ് ഈ ആന വീഴുന്നതും മറ്റേ കൂടെയുള്ള ഏഴാറ്റുമുഖ ഗണപതി എന്ന് പറയുന്ന ആന എന്നിട്ടും മാറാതെ നിൽക്കുമ്പോൾ വനപാലകർ റബ്ബർ ബുള്ളറ്റ് ഇട്ട് അടിച്ച് ഒച്ച കേട്ടിട്ടാണ് ഈ ആന ഓടിപ്പോയത്. എന്നിട്ടും തിരിഞ്ഞു നോക്കി ആനയുടെ ദൃശ്യം
ഫൈസലെ, മനുഷ്യന്റെ മനോവൈകൃതം എത്രത്തോളം എന്ന് മനസ്സിലാക്കി തരുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളില്ലേ, ഈ ആന ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോ തള്ളിയിട്ടു ഗണപതി എന്നാണ്. അതെ, ഏഴാറ്റുമുഖം ഗണപതി മറ്റേ ആനയെ തള്ളിയിടുകയാണ് ചെയ്തത് എന്ന് വ്യാഖ്യാനിക്കാൻ വരെ ഇവിടെ പലരും മുതിർന്നു എന്നുള്ളതാണ്. നമ്മൾ ആ വിഷല് കണ്ടാലറിയാം, ആനയുടെ വായുകുംഭത്തിൽ, അതായത് ആ മുറിവേറ്റ ഭാഗത്തോട് ചേർത്ത് പിടിച്ച് തുമ്പിക്കൈ കൊണ്ട് തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളാണ്, നമ്മളൊരു 3 മിനിറ്റോളമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചത്. തീർച്ചയായിട്ടും ആ നിൽപ്പിൽ രണ്ട് കൂട്ടരുടെയും നമുക്ക് ഈ ആനയുടെ മുഖഭാവം ഒന്നും വായിച്ചെടുക്കാൻ നമ്മളാരും എക്സ്പേർട്സ് അല്ല എങ്കിൽ കൂടി ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സന്തോഷവും ആശ്വാസവും ഒപ്പം കണ്ണ് നിറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. കൃത്യമായും അത് ആ 3 മിനിറ്റ് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഫൈസൽ. എന്നിട്ട് കൂടി ചില മനുഷ്യരൊക്കെ പറയുന്നത് ആന തള്ളിയിടാൻ നോക്കി, തള്ളിയിട്ടു എന്നൊക്കെയാണ്. നേരിട്ട് കണ്ട ഫൈസലിന് കൃത്യമായി പറയാൻ കഴിയില്ല. ദൃശ്യങ്ങളിലൂടെയാണ് ഫൈസൽ ക്യാമറയിൽ പകർത്തുമ്പോഴും ഫൈസലിന്റെ കണ്ണുകൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില മനുഷ്യർ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ് ഒരു കാട്ടാന നമുക്ക് കാട്ടിത്തന്നത്. ആ ഒരു ദൃശ്യം ആദ്യം പല ആളുകളും തെറ്റായി വ്യാഖ്യാനിച്ച് ഏഴാറ്റുമുഖം ഗണപതി തള്ളിയിട്ടു എന്ന രീതിയിലാണ് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ ദൃശ്യങ്ങൾ കണ്ടാൽ കൃത്യമായി അറിയാം ആ ഒരു ആനയുടെ, ഒരു വന്യജീവിയുടെ സ്നേഹം എന്താണെന്ന് കൃത്യമായി അറിയാം. ശരിയാണ് ഫൈസൽ, മനുഷ്യൻ എപ്പോഴും മനുഷ്യനാണ്. അവൻ എന്ത് നന്മ കണ്ടാലും അതിനിടയിൽ ഒരു തിന്മയുടെ വശത്തെ ചുരണ്ടി എടുക്കാൻ അത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ട് ആ ചുരുണ്ടുന്നവരൊക്കെ ഒരു വഴിക്ക് പോട്ടെ, നമുക്കതിലെ നന്മയുള്ള കാഴ്ച ഫൈസലിൻ്റെ കണ്ണിലും ശബ്ദത്തിലും ഫൈസൽ കണ്ട ആ സ്നേഹത്തിൻ്റെ കാഴ്ചയുടെ പൂർണ്ണമായ വികാരം ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് വളരെ സ്നേഹം ഫൈസലിനോട്. ഇങ്ങനെ ഒരു കാഴ്ച നമ്മളിലേക്കും സമ്മാനിച്ചതിന്, ഈ ലോകത്തിനും സമ്മാനിച്ചതിന് ഫൈസൽ എന്താ പറയുക, അതെ, സധൈര്യം തുടരുക ഈ ജോലി എന്നുകൂടി പറയാൻ ആഗ്രഹിക്കണം. ഫൈസലെ, വളരെ സന്തോഷം.